ഹലോ KSFE സ്റ്റാഫ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടൻസിയുടെ അതിപ്രധാനമായ ജേണൽ പഠിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷനെ ജേണൽ എൻട്രി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രാൻസാക്ഷനെ, ഒരു ക്രയവിക്രയത്തെ ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് വിലയിരുത്തുക. ആൻഡ് ഫൈൻഡ് ഔട്ട് 2 ആസ്പെക്ട്സ് ഓർ 2 ഇലമെൻറ്റ്സ്. 2 ഇലമെൻറ്റുകൾ കണ്ടെത്തുക. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ എപ്പോഴും ഒരു ഇലമെൻറ്റ് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്സ്, ദ ഇലമെൻറ്റ് ഈസ് അണ്ടർ വിച്ച് അക്കൗണ്ട്സ്. ഈ ഇലമെൻറ്റ് അല്ലെങ്കിൽ ഈ ആസ്പെക്റ്റ് ഏത് അക്കൗണ്ടിൽ വരും? ആൻഡ് ദെൻ അപ്ലൈ ദ റൂൾ. നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യം ഡെബിറ്റ് ഇലമെൻ്റ് ആണ് എഴുതുന്നത്, രണ്ടാമതാണ് ക്രെഡിറ്റ് ഇലമെൻ്റ് എഴുതുന്നത്. ഇതിനൊരു ബ്രീഫ് ഹിസ്റ്ററി കൊടുക്കും. ഞാൻ ചിലപ്പോൾ നോട്ട് തരാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറിച്ചെടുക്കുക. ഒരു ബ്രീഫ് ഹിസ്റ്ററി കാണും. ക്വസ്റ്റ്യൻ തന്നെ ചുരുക്കി എഴുതുന്നതിനെ നറേഷൻ എന്ന് വിളിക്കും. ഡെബിറ്റിൻ്റെ എമൗണ്ട് ഡെബിറ്റിന് നേരെയും ക്രെഡിറ്റിൻ്റെ എമൗണ്ട് ക്രെഡിറ്റിന് നേരെ എഴുതുക. ഇത് എഴുതുന്ന ബുക്കിനെ ജേണൽ അല്ലെങ്കിൽ പ്രൈമറി ബുക്ക് എന്ന് വിളിക്കും. ഈ പ്രോസസ്സിനെ ജേണലൈസിംഗ് എന്ന് വിളിക്കും. എഴുതുന്ന എൻട്രിയെ ജേണൽ എൻട്രി എന്ന് വിളിക്കും. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ആ കണക്കിൻ്റെ തന്നെ ലെഡ്ജറിലേക്ക് നീങ്ങിയാണ്. മീനിങ് ഓഫ് ലെഡ്ജറിലേക്ക് നീങ്ങിയാണ്. ലെഡ്ജർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ആൾ അക്കൗണ്ട്സ്. വിവിധ അക്കൗണ്ടുകളുടെ കളക്ഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വിവിധ അക്കൗണ്ടുകളുടെ കളക്ഷനെയാണ് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചേക്കണേ, നമ്മൾ എഴുതിയിരിക്കുന്ന ജേണൽ എൻട്രി നോക്കിയാൽ, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു അമീൻസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്, ഇത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നില്ല. അതായത് ജേണലിൽ നിന്നും നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടുന്നില്ല. നമുക്കറിയേണ്ടത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അനിൽ എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു? അനിൽ നമ്മുടെ കടയിൽ നിന്നും എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു? അനിലിനൊക്കെ ഞാൻ കൈന്നിട്ട് പറയുന്ന എക്സാമ്പിളാണ്. അനിൽ എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു? എത്ര രൂപ തന്നു? ഇനി എത്ര രൂപയാണ് തരാനുള്ളത്? ഇതാണ് നമുക്കറിയേണ്ടത്. അപ്പം നമുക്ക് ജേണൽ എൻട്രി നോക്കുമ്പോൾ ഒരു വ്യക്തത കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം? അനിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനിലിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. സുനിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുനിലിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്യാഷിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വിവിധ അക്കൗണ്ടുകൾ ഉൾക്കൊള്ളുന്ന ബുക്കിനെയാണ് എന്തോന്ന് വിളിക്കുന്നത്? ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഓർ മെയിൻ ബുക്ക് ഓർ സെക്കൻഡറി ബുക്ക്. ഈ ബുക്കിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെക്കൻഡറി ബുക്ക് എന്ന് വിളിക്കാം. പ്രൈമറി ബുക്ക് ഏതാണ്? ജേണൽ. പ്രിൻസിപ്പൽ ബുക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മെയിൻ ബുക്ക് എന്ന് വിളിക്കാം. വിവിധ അക്കൗണ്ടുകൾ ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. എന്താണ്? ജേണൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടത്തില്ല. നമുക്കറിയേണ്ടത്, അനിൽ എത്ര രൂപയുടെ സാധനം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചു? അനിൽ എത്ര രൂപ തന്നു? ഇനി അനിൽ എത്ര രൂപയാണ് തരാനുള്ളത്? ഇതാണ് അറിയേണ്ടത്. ഇത് ജേണൽ എൻട്രി നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അവിടെ അനിൽ അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു അനിൽ, ഇങ്ങനെയൊക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയേണ്ടതൊന്നുമല്ല. അനിൽ എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു, എത്ര രൂപ തന്നു, ഇനി എത്ര രൂപയാണ് തരാനുള്ളത്. അങ്ങനെയാണ് എങ്കിൽ അനിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനിലിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകണം. സുനിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുനിലിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകണം. ഇതിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? ഇങ്ങനെ വിവിധ അക്കൗണ്ടുകൾ ഉൾക്കൊള്ളുന്ന ബുക്കിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. ലെഡ്ജർ എന്ന് പറയുന്നത് സെക്കൻഡറി ബുക്ക് ഓർ പ്രിൻസിപ്പൽ ബുക്ക് ഓർ മെയിൻ ബുക്ക്. ഇനി അക്കൗണ്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അക്കൗണ്ട് പ്രിപ്പയർഡ്, ഞാനത് നോട്ട് എഴുതിയിട്ടില്ല, നിങ്ങൾ കുറിച്ചെടുത്തേക്കണം. അക്കൗണ്ട് പ്രിപ്പയർഡ് ഇൻ എ T form. That means that traditionally അക്കൗണ്ട് പ്രിപ്പയർഡ് ഇൻ T form. പരമ്പരാഗതമായി T ഫോമിലാണ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. T form. That means the right hand side and the left hand sides. The right hand side is known as the credit sides and the left hand side is known as the debit sides. ഇത് ഞാൻ പറയുന്ന നോട്ട് നിങ്ങൾ കുറിച്ചെടുത്തോണം. അപ്പം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് T ഫോമിലാണ്. That means the two sides
That means the two sides, right hand side and the left hand sides. The right hand side is known as the credit sides, left hand side is known as the debit sides. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JFA എമൗണ്ട്. അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് അത് സൂചിപ്പിക്കുന്നത്. ഫോർമാറ്റൊക്കെ നല്ലതായിട്ട് വരച്ചോണം. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഏകദേശം ഈക്വൽ സ്പേസ് ആയിരിക്കണം. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എന്ന് പറഞ്ഞാൽ ജേണൽ ഫോളിയോ. മറ്റേ നമ്മൾ പഠിച്ച LF ആയിരുന്നു. ഇതൊക്കെ ചിലതൊക്കെ നോട്ട് എഴുതിയിട്ടില്ല, നിങ്ങൾ കുറിച്ച് മനസ്സിലാക്കുക. ജേണൽ ഫോളിയോ, JF എന്ന് പറഞ്ഞാൽ എന്താണ്? ജേണൽ ഫോളിയോ. മറ്റൊന്നുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എവിടെയാണ് കിടക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എവിടെയാണ് കിടക്കുന്നത്? അതായത് ഈ അനിലിൻ്റെ അക്കൗണ്ടുമായി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സുനിലിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എവിടെയാണ് കിടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്തോ കൊടുക്കുന്നത്? JF കൊടുക്കുന്നത്, ജേണൽ ഫോളിയോ. മറ്റേത് നമ്മൾ എന്തോ കൊടുക്കുന്നു? LF കൊടുക്കുന്നു, ലെഡ്ജർ ഫോളിയോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇതുമായി ആ ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ടുള്ള ലെഡ്ജർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ L/F ലെഡ്ജർ ഫോളിയോയ്ക്ക് കോളം കൊടുക്കുന്നത്. അപ്പം അടുത്ത വീണ്ടും അപ്പുറത്തെ സൈഡിൽ എന്തോ വരും? ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജേണൽ ഫോളിയോ എമൗണ്ട്. അപ്പോൾ അക്കൗണ്ട് വരയ്ക്കുന്നത് T ഫോമിലാണ്. ദാറ്റ് മീൻസ് ദ ടു സൈഡ്സ്, ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് നോൺ ആസ് ദ ക്രെഡിറ്റ് സൈഡ്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് നോൺ ആസ് ദ ഡെബിറ്റ് സൈഡ്സ്. ദാറ്റ് മീൻസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ്, the date particulars journal folio and amounts, and the right hand sides date particulars journal folio and amounts. Posting, എന്താണ് പോസ്റ്റിംഗ്? The process of transferring entries from the books of original entry to the ledger is called posting. The process of transferring entries from books of original entry to the ledger, അതായത് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്? ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോസ്റ്റിംഗ്. വാട്ട് യു മീൻ ബൈ പോസ്റ്റിംഗ്? ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ദ ബുക്സ് ഓഫ് ജേണൽ ടു ലെഡ്ജർ. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. എൻട്രീസ് ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ എന്തെന്ന് വിളിക്കും? പോസ്റ്റിംഗ് എന്ന് വിളിക്കും. അടുത്ത എന്താണ്? ബാലൻസിങ് നിങ്ങൾക്ക് ഞാനിത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രധാനപ്പെട്ട എല്ലാ അക്കൗണ്ടും വരയ്ക്കണം. ആദ്യത്തെ ജേണൽ എന്താണ്? ക്യാഷ് അക്കൗണ്ട് ടു അമീൻസ് ക്യാപിറ്റലാണ്. ആദ്യം നമ്മൾ അമീൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നു. ശ്രദ്ധിക്കണേ, അമീൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ജേണൽ എൻട്രിയിൽ വരയ്ക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, T ഫോമിലാണ് വരയ്ക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഓഡിയോയും ഇതെല്ലാം നോട്ടെല്ലാം തയ്യാറാക്കിയിട്ട് വേണം ശ്രദ്ധിക്കാൻ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെബിറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്രെഡിറ്റ് സൈഡ്. അപ്പം ലെഫ്റ്റ് ടോപ്പിൽ DR, റൈറ്റ് ടോപ്പിൽ CR എന്നൊക്കെ നിങ്ങൾ എഴുതിക്കോണം. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജേണൽ ഫോളിയോ എമൗണ്ട്. ഇനി ഇതിൻ്റെ പോസ്റ്റിങ്ങിൻ്റെ എളുപ്പവഴി ശ്രദ്ധിക്കണേ. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ജേണൽ എൻട്രിയിൽ എന്ത് ചെയ്ത് വെച്ച് നോക്കാമെന്ന് ആദ്യം നോക്കണം. നമ്മൾ ആദ്യം വരച്ച ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ ആദ്യം വരയ്ക്കണമെന്നില്ല, ക്യാഷ് അക്കൗണ്ട് ആദ്യം വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് വരച്ചേക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടാണ് ആദ്യം വരച്ചിരിക്കുന്നത്. എന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു അമീൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? ആദ്യത്തെ ജേണൽ എൻട്രി എന്താണ്? ആദ്യത്തെ ക്ലാസ് കേട്ടവർ മാത്രം ഇത് കേട്ടാൽ മതി. അങ്ങനെ കേട്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അതിൻ്റെ തുടർച്ചയാണ്. ആദ്യത്തെ ക്ലാസ് ശ്രദ്ധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ക്യാഷ് അക്കൗണ്ട് ടു അമീൻസ് ക്യാപിറ്റൽ. അപ്പോൾ അമീൻസ് ക്യാപിറ്റലിനെ എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. നമ്മൾ ഇവിടെ ആദ്യം വരയ്ക്കുന്ന അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ശ്രദ്ധിക്കണേ, ആദ്യം വരയ്ക്കുന്ന അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിങ് ക്രെഡിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പാടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാണ്? ക്യാഷ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് എത്രയാണ്? 10,000. അപ്പോൾ ഒരിക്കൽ കൂടി ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം വരയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ജേണൽ എൻട്രിയിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ പോസ്റ്റിങ്ങും ഏത് സൈഡിൽ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് ഇലമെൻറ്റാണ്? ഓപ്പോസിറ്റ് ഇലമെൻ്റാണ്, അല്ലെങ്കിൽ അനദർ ഇലമെൻ്റാണ്. അനദർ ഇലമെൻ്റ് ഏതാ? ക്യാഷ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ്? 10,000. ഇനി തൊട്ട് താഴോട്ടുള്ള ജേണൽ എൻട്രി നോക്കുക. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇലമെൻറ്റ് വരുന്ന ജേണൽ എൻട്രി വല്ലതും ഉണ്ടോ നോക്കുക. ക്യാപിറ്റൽ എന്ന് പറയുന്ന
ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇലമെൻറ്റ് വരുന്ന ജേണൽ എൻട്രി വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇലമെൻറ്റ് വരുന്ന ജേണൽ എൻട്രി വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. വേറെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്ന ശ്രദ്ധിക്കണേ, എവിടാണോ ടോട്ടൽ കൂടുതൽ, ബാലൻസ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചോ, എവിടാണോ ടോട്ടൽ കൂടുതൽ, കൂടിയ ടോട്ടൽ രണ്ട് സൈഡിലും ഈക്വലായിട്ട് എഴുതുക. എങ്ങനെയാണ് ബാലൻസിങ്? ബാലൻസിങ് ഇങ്ങനെയാണ്, ടോട്ടൽ എവിടാണോ കൂടുതൽ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കേസിൽ 10,000 അല്ല ഉള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ. അപ്പോൾ 10,000 രണ്ട് സൈഡിലും എഴുതുക. 10,000 രണ്ട് സൈഡിലും എഴുതുക. ഇനി എവിടാണോ എമൗണ്ട് കുറവ്, ഏത് സൈഡിലാണ് എമൗണ്ട് കുറവ്? ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവ്. ഏത് സൈഡിലാണ് എമൗണ്ട് കുറവ്? ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവ്. കുറവുള്ളിടത്ത് നമ്മൾ എന്തോന്ന് എഴുതും? ബാലൻസ് സി ഡി എന്ന് എഴുതും. ബാലൻസ് സി ഡി എന്ന് പറഞ്ഞ അർത്ഥം ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്, ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഇതൊന്നും ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ കുറിച്ചെടുക്കുക. ഈ ഓഡിയോ കേട്ട് കുറിച്ചെടുക്കുക, ആവശ്യമുള്ളവർ കുറിച്ചെടുക്കുക. ഒരിക്കൽ കൂടി, ബാലൻസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. കൂടിയ ടോട്ടൽ രണ്ട് സെല്ലും എഴുതുക. എന്നിട്ട് മേളിലൊരു വര, താഴെ രണ്ട് വര. എവിടാണോ ടോട്ടൽ കുറവുള്ളത് അല്ലെങ്കിൽ എമൗണ്ട് കുറവുള്ളിടത്ത് നമ്മൾ എന്തോന്ന് എഴുതും? ബാലൻസ് സി ഡി എന്ന് എഴുതും. ബാലൻസ് സി ഡി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബാലൻസ് ക്യാരി ഡൗൺ എന്നാണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസിന് ഏത് ഡേറ്റ് ആണ്? ക്ലോസിംഗ് ഡേറ്റ് ആണ്. അതായത് ഈ നമ്മൾ ചെയ്ത കണക്കിൽ ജാനുവരി 31. ഇനി 10,000 നിന്ന് 0 പോയാൽ, 0 പോയാൽ, കാരണം അവിടെ ഒന്നും കുറയ്ക്കാനില്ല, അവിടെ ഒന്നും എന്ത് ചെയ്യാനില്ല? കുറയ്ക്കാനില്ല. അപ്പോൾ 10,000 നിന്നും 0 പോയാൽ 10,000 തന്നെ. ഇനി ബി ഡി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ്. അത് കാണാൻ പഠിച്ചാൽ മതി. സി ഡി എഴുതുന്നതിന് ഓപ്പോസിറ്റ് എഴുതും. അതായത് ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നതിന് ഓപ്പോസിറ്റാണ്, ശ്രദ്ധിക്കണേ, ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നതിന് ഓപ്പോസിറ്റാണ് ബി ഡി അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത്. അത് രണ്ട് വരയ്ക്ക് താഴെയാണ് എഴുതുന്നത്. ശ്രദ്ധിക്കണേ, അതായത് എത്ര വരയ്ക്ക് താഴെയാണ് എഴുതുന്നത്? രണ്ട് വരയ്ക്ക് താഴെയാണ് എഴുതുന്നത്. അപ്പോൾ ജാനുവരി 31 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഫെബ്രുവരി 1. അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബാലൻസ് ബി ഡിയുടെ ഡേറ്റ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓപ്പണിംഗ് ബാലൻസ് എന്നാണ്. ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പണിംഗ് ഡേറ്റ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇനി ഒന്ന് രണ്ട് ബാക്കിയുള്ള അക്കൗണ്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ള അക്കൗണ്ടുകളുടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. അടുത്ത ക്യാഷ് അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുക, നമ്മുടെ മനസ്സിൽ ഒന്ന് ധ്യാനിക്കുക. എന്താണ് വരയ്ക്കുന്ന അക്കൗണ്ട്? ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡ്. ഇനി ആദ്യത്തെ ചെല്ലണ്ടി നോക്കാം. ആദ്യത്തെ ചെല്ലണ്ടിയിൽ ക്യാഷ് അക്കൗണ്ട് ഉണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ചെല്ലണ്ടി? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെയാണ് ചെല്ലണ്ടി? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെയാണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്ത് വെച്ചേക്കുവാടെ? ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ വരയ്ക്കുന്നത് ക്യാഷ് അക്കൗണ്ടാണേ. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ് വരയ്ക്കുന്നത്. ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ്. അപ്പം ഡെബിറ്റ് സൈഡ്. ആദ്യത്തെ നിയമം സൈഡ് തീരുമാനിക്കാൻ വേണ്ടി മാത്രമാണ്. പോസ്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാണ്? അമീൻസ് ക്യാപിറ്റൽ. പോസ്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാണ്? അമീൻസ് ക്യാപിറ്റൽ. എത്രയാണ്? 10,000. അപ്പം പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ്. നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. പോസ്റ്റിംഗ് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കൽ കൂടി, നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. ആ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ്. ഇനി അത് സൈഡ് തീരുമാനിക്കാൻ വേണ്ടി മാത്രമാണേ.
പോസ്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇലമെൻ്റ് അല്ലെങ്കിൽ അനദർ ഇലമെൻറ്റ്. ഇനി ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പോസ്റ്റിങ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ട ഏത് ഇലമെൻറ്റാണ്? ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. എമൗണ്ട് എഴുതുക. അപ്പം ടു അമീൻസ് ക്യാപിറ്റൽ 10,000. ഓക്കെ, അടുത്തതിനകത്ത് ക്യാഷ് ഉണ്ടോ നോക്കുക. ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. അപ്പോൾ നമ്മൾ ഫർണിച്ചറിൻ്റെ പുറകെ പോകരുത്. നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഏതാ? ക്യാഷ് അക്കൗണ്ടാണ്. അത് മെമ്മറി വേണം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചേക്കുക? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പോസ്റ്റിങ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റിങ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻറ്റ് ഏതാടെ? ഫർണിച്ചർ. എമൗണ്ട് 2,000. സ്പീഡ് പോകുന്നു. അടുത്ത പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ഒരേ സമയം ജേളണ്ടിയും എല്ലാ കാര്യങ്ങളും നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ നോക്കുക. പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതിനകത്ത് ക്യാഷ് ഉണ്ടല്ലോ. ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചേക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പോസ്റ്റിങ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻറ്റ്. ഓപ്പോസിറ്റ് എലിമെൻറ്റ് ഏതാ? പർച്ചേസ്. എമൗണ്ട് എഴുതുക. അടുത്ത പർച്ചേസിനെ അടുത്ത എന്തുവാണ്? പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ജോൺ അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ജോൺ അക്കൗണ്ടിനകത്ത് എന്തില്ല? പർച്ചേസ് അക്കൗണ്ട് അറ്റർ ജോൺ അക്കൗണ്ടിനകത്ത് ക്യാഷ് എന്ന് പറയുന്ന ഇലമെൻറ്റ് വരുന്നില്ല. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിനെ വിട്ടേരെ, അതിനെ ഒഴിവാക്കിയേക്കുക. അത് വേണ്ട. കാര്യം അതിനകത്ത് ക്യാഷ് എന്ന് പറയുന്ന ഇലമെൻറ്റ് വരുന്നില്ല. അടുത്ത ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചേക്കുക? ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്ത് വെച്ചേക്കുക? ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുക. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ്. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുക. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുക. പോസ്റ്റിംഗ് അന്നേരം ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ഏതാ? ഏതാടെ? സെയിൽസ്. എത്രയാണ് എമൗണ്ട്? എത്രയാണ്? 5,000. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കഴിഞ്ഞു. അല്പം സ്പീഡ് കൂട്ടുന്നു. അടുത്ത എന്തുവാണ്? ജോസ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ്. അതിനകത്ത് ക്യാഷ് ഇല്ല. അതിനെ വിട്ടേരെ. അടുത്ത സ്റ്റേഷനറി അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചേക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് സ്റ്റേഷനറി. അടുത്ത അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതിനകത്ത് ക്യാഷ് ഉണ്ട്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് 300. അടുത്ത ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻറ്റ് സെയിൽസ് 2,400. അടുത്ത പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിനെ എന്ത് ചെയ്ത് വെച്ചേക്കാണ്? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻറ്റ് പർച്ചേസ് 1,100. അടുത്ത ജോൺ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അതിനകത്ത് ക്യാഷ് ഉണ്ട്. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് എലിമെൻറ്റ് ജോൺ. അടുത്ത ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ജോസ് അക്കൗണ്ട്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ് ജോസ്. അടുത്ത റെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് റെൻറ്റ്. സാലറീസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ്? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് സാലറി. ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു കമ്മീഷൻ. ക്യാഷിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് കമ്മീഷൻ. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡ്. പോസ്റ്റ് ചെയ്യേണ്ട അനദർ എലിമെൻറ്റ് ഡ്രോയിങ്. ബാലൻസിങ് ഒരിക്കൽ കൂടെ പറയുന്നു. അറിഞ്ഞില്ലാത്ത ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. എവിടാണ് ടോട്ടൽ കൂടുതൽ നോക്കണം. എവിടെയാണ് ടോട്ടൽ കൂടുതലെന്ന് കൂട്ടി നോക്കിയേ പറ്റത്തുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. എവിടാണ് ടോട്ടൽ കൂടുതൽ നോക്കുക. കൂടിയ ടോട്ടൽ 22,100 ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ. ശ്രദ്ധിക്കണേ, ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ 1-2 അക്കൗണ്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി 1-2 അക്കൗണ്ടിൻ്റെ വീഡിയോ അയക്കുന്നുണ്ട്. ബാക്കിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നു. അപ്പോൾ ആ വീഡിയോയും ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാകും. ശ്രദ്ധിക്കണേ, എവിടാണോ ടോട്ടൽ കൂടുതൽ, ബാലൻസിങ്ങിൻ്റെ സ്റ്റെപ്പാണെന്ന് പറയുന്നത്. ടോട്ടൽ കൂടുതൽ എവിടെയാണെന്ന് നോക്കണം. ടോട്ടൽ കൂടുതൽ 10,000, 5,000, 2,400, എത്രയാണ്? 4,500, 200. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ. അപ്പോൾ 22,100. കൂടിയ ടോട്ടൽ ഒരേ ലെവലിൽ 2 സെൽ എഴുതുക. കൂടിയ ടോട്ടൽ ഒരേ ലെവലിൽ 2 സെൽ എഴുതുക. മേളിലൊരു വര, താഴെ 2 വര. അപ്പോൾ എവിടെ ടോട്ടൽ കുറവുള്ളത്? ടോട്ടൽ കൂടുതൽ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ടോട്ടൽ കുറവ് ക്രെഡിറ്റ് സൈഡിലാണ്. കുറവുള്ളിടത്ത് നമ്മൾ എന്തോന്ന് എഴുതും? ബാലൻസ് സി ഡി. ബാലൻസ് സി ഡി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബാലൻസ് ക്യാരി ഡൗൺ. എന്തൊരു ബാലൻസ് ആണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. എന്തൊരു ഡേറ്റ് ആണ്? ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ കുറിച്ചോണം. ക്ലോസിംഗ് ഡേറ്റ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ 22,100 നിന്നും ഈ ക്രെഡിറ്റ് കിടക്കുന്ന എമൗണ്ട് എല്ലാം കൂട്ടിയിട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ ഓരോന്ന് കുറച്ചാലും മതി. അപ്പോൾ 22,100 നിന്നും 2,000 കുറയ്ക്കുക, 4,500 കുറയ്ക്കുക, 200 കുറയ്ക്കുക, 300 കുറയ്ക്കുക, 1,100 കുറയ്ക്കുക, 3,000 കുറയ്ക്കുക, 300 കുറയ്ക്കുക, 400 കുറയ്ക്കുക, 300 കുറയ്ക്കുക. അപ്പം 10,000 കിട്ടും ആൻസർ. അല്ലെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറച്ചാലും മതി. ഇനി ബി ഡി നമ്മൾ കാണാതെ അങ്ങ് പഠിച്ചാൽ മതി. എവിടാണോ സി ഡി എഴുതുന്നത്, കുറവുള്ളിടത്തല്ലേ നമ്മൾ സി ഡി എഴുതുന്നത്, കുറവുള്ളിടത്തല്ലേ ക്ലോസിംഗ് ബാലൻസ് എഴുതുന്നത്. ബി ഡി അതിന് ഓപ്പോസിറ്റ്
2 വരയ്ക്ക് താഴെ വേണം എഴുതാൻ. എന്താണോ ബി ഡിയുടെ പ്രത്യേകത? ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആയി കൊണ്ടുവന്നു. അത് എന്തൊരു ഡേറ്റ് ആണ്? ഓപ്പണിംഗ് ഡേറ്റ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അക്കൗണ്ടൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു 1-2 അക്കൗണ്ടിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ അയച്ചേക്കാം, ആർക്കെങ്കിലും മനസ്സിലാവാനുള്ളവർക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി. അടുത്ത എന്താണ്? ഫർണിച്ചർ അക്കൗണ്ട്. അടുത്ത ഫർണിച്ചർ അക്കൗണ്ട് ഇപ്പോൾ ആരെയാണ് പ്രാർത്ഥിക്കണ്ടേ? ഫർണിച്ചർ അക്കൗണ്ടിനെ പ്രാർത്ഥിക്കണം. ഫർണിച്ചർ അക്കൗണ്ടിനെ പ്രാർത്ഥിച്ചിട്ട് ആദ്യത്തെ കണ്ടിന്തോടെ ക്യാഷ് അക്കൗണ്ട് ടു അമീൻസ് ക്യാപിറ്റൽ. അതിനകത്ത് ഫർണിച്ചർ ഇല്ലല്ലോ. അടുത്തതിനകത്ത് ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്, അതിനകത്ത് ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചറിന് എന്ത് ചെയ്ത് വെച്ചേക്കുക? ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. പോസ്റ്റ് ചെയ്യേണ്ട ഏത് ഇലമെൻറ്റാ? ഓപ്പോസിറ്റ് ഇലമെൻറ്റ്. ഏതാ? ക്യാഷ്. ഓപ്പോസിറ്റ് ഇലമെൻറ്റ് ക്യാഷ് 2000. ഇനി ഫർണിച്ചറുമായി ബന്ധപ്പെട്ട മറ്റ് ജലണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. താഴോട്ട് നോക്കുക. വേറെ ജലണ്ടിയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ചെയ്യാം. ടോട്ടൽ 2 സെല്ല് എഴുതുക. എത്രയാണ് ടോട്ടൽ? 2000 അല്ലയോ? 2000 2 സെല്ല് എഴുതുക. മേളിലൊരു വര, താഴെ 2 വര. എവിടെ കുറവുള്ളത്? ക്രെഡിറ്റ് സൈഡിലാണ് കുറവുള്ളത്. എവിടാണ് കുറവുള്ളത്? ക്രെഡിറ്റ് സൈഡിലാണ് കുറവുള്ളത്. എവിടാണ് കുറവുള്ളത്? ക്രെഡിറ്റ് സൈഡിലാണ് എന്തുള്ളത്? കുറവുള്ളത്. ക്രെഡിറ്റ് സൈഡിലാണ് കുറവുള്ളത്. അപ്പം 2000 0 പോയാൽ 2000. ഒരു അക്കൗണ്ട് കൂടെ ഞാൻ പറയത്തുള്ളൂ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്തെന്താണ്? പർച്ചേസ് അക്കൗണ്ട്സ്. ആദ്യത്തിൽ പർച്ചേസ് ഇല്ല, രണ്ടാമത്തിൽ പർച്ചേസ് ഇല്ല, മൂന്നാമത്തിൽ പർച്ചേസ് ഉണ്ട്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കാണ് പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. അടുത്ത പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു എന്താണ്? പർച്ചേസ് എന്ന് പറയുന്ന എലിമെൻറ്റ് വരുന്നത് ഏതാ നോക്കട്ടെ? ജോൺ അക്കൗണ്ട്. പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കാണ് പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. അടുത്ത പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കാണ് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു എന്താണ്? ക്യാഷ് അക്കൗണ്ട് എന്താണ്? പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഡെബിറ്റ് സൈഡിൽ. പർച്ചേസുമായി ബന്ധപ്പെട്ട എല്ലാം തീർന്നു. ബാലൻസിങ് എങ്ങനെയാണ്? എവിടെ ടോട്ടൽ കൂടുതൽ നോക്കുക. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ കൂടുതൽ. അപ്പോൾ 9000 എത്രയാണ്? 800. 2 സെല്ല് എഴുതുക. എവിടെയാണ് കുറവുള്ളത്? ചിലർ ഈ എക്സ്പെൻസ് ഒന്നും ബാലൻസ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ മോഡേൺ അക്കൗണ്ടിങ്ങിൽ എല്ലാ അക്കൗണ്ടും ബാലൻസ് ചെയ്യുമെന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്? 9800. 9800 നിന്നും ക്രെഡിറ്റിലൊന്നും കുറയ്ക്കാനില്ലല്ലോ. 9800 0 പോയാൽ 9800 തന്നെ. എവിടെയാണോ കുറച്ചെഴുതുന്നത് അവിടെ ബാലൻസ് സി ഡി എന്ന് എഴുതണം. അതിൻ്റെ ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് ജനുവരി 31. ബി ഡി ഓപ്പോസിറ്റ് 2 വരയ്ക്ക് താഴെ ഫെബ്രുവരി 1. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഒരു അക്കൗണ്ട് കൂടെ പറഞ്ഞേക്കാം, ഇനി ഞാൻ പറയത്തില്ല. ജോസ് അക്കൗണ്ട്. ജോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യത്തിൽ ജോസ് ഇല്ല, രണ്ടാമത്തിൽ ജോസ് ഇല്ല, മൂന്നാമത്തിൽ ജോസ് ഇല്ല. അടുത്തതിൽ എന്തോ ജോൺ അല്ലയോ? ജോൺ വേണ്ട അല്ലേ? ജോസ് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, ജോസ്. നമ്മൾ ഈ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓർഡറിൽ വരയ്ക്കണമെന്നൊന്നുമില്ല. ഒരു അക്കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പോസ്റ്റിംഗ് തെറ്റരുത്. ജോസിന് പകരം ആദ്യം ജോൺ വരച്ചാൽ, അതുപോലെ ജോണിന് പകരം ജോസ് വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ജോസിന് കിട്ടി. ജോസിനെ എന്ത് ചെയ്ത് വെച്ചേക്കുവാണ്? ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡിൽ. ടു സെയിൽസ് 6000. ഇനി ജോസുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ജോസുമായി ബന്ധപ്പെട്ട മറ്റൊരു ജലണ്ടി ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ജോസ് അക്കൗണ്ട്. അപ്പോൾ ജോസിനെ അവിടെ എന്ത് ചെയ്ത് വെച്ചേക്കുക? നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടിനെ മനസ്സിലെങ്കിൽ ധ്യാനിച്ചോണം. ജോസിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഇലമെൻറ്റ് അല്ലെങ്കിൽ അനദർ ഇലമെൻറ്റ് ക്യാഷ്. എത്രയാണ്? 4500. ഇനി വേറെ ജോസുമായി ബന്ധപ്പെട്ട മറ്റേ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ എവിടെ കൂടുതൽ നോക്കുക. 6000 ആണോ 4500 ആണോ വലുത്? 6000. 2 സൈഡിലും 6000 എഴുതുക. മേളിലൊരു വര, താഴെ 2 വര. എന്താണ്? മേളിലൊരു വര, താഴെ 2 വര. എവിടാണോ കുറവുള്ളത്? ക്രെഡിറ്റ് സൈഡിലില്ലയോ? കുറവുള്ളിടത്ത് നമ്മൾ ബാലൻസ് സി ഡി എന്ന് എഴുതും, അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ, അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ്. ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ആണ്. അപ്പം 6000 പോയാൽ 1500. ഇനി ഒരു അക്കൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഒരു അക്കൗണ്ട് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ബാക്കിയുള്ള അക്കൗണ്ട് ഞാനിവിടെ ഫോട്ടോ അയക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി പഠിക്കുക. 1-2 അക്കൗണ്ട് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ക്ലാസ്സും അയക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ജോൺ അക്കൗണ്ട്സ്. ആദ്യത്തിൽ ജോണില്ല, രണ്ടാമത്തേൽ ജോണില്ല, മൂന്നാമത്തെ ജോണിനെ മനസ്സിൽ ധ്യാനിക്കുക. 1-ൽ ജോണില്ല, 2-ൽ ജോണില്ല, 3-ൽ ജോണില്ല. ജലണ്ടിയാണ് പറയുന്നത്. 4-ാമത്തെ ജലണ്ടിയിൽ ജോണുണ്ട്. ജോണിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ് പോസ്റ്റിംഗ് ക്രെഡിറ്റ് സൈഡിൽ. പർച്ചേസ് 4200. ഇനി ജോണില്ല. ഒരെണ്ണം കിട്ടി. 28-ാം തീയതി ട്രാൻസാക്ഷൻ. ജോൺ അക്കൗണ്ട് ടു ക്യാഷ്. ജോണിനെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ്. എത്രയാണ്? 3000. ജോണുമായി ബന്ധപ്പെട്ട പോസ്റ്റിംഗ് എല്ലാം അവസാനിച്ചു. ബാലൻസിങ് എങ്ങനെയാണ്? എവിടെ ടോട്ടൽ കൂടുതൽ നോക്കുക. കൂടിയ ടോട്ടൽ 2 സെൽ എഴുതുക. 4200 ആണ്. 4200 2 സെൽ എഴുതി. എവിടെയാണോ കുറവുള്ളത് അവിടെ കുറച്ചെഴുതുക. അവിടെ ബാലൻസ് സി ഡി എന്ന് എഴുതും. 4200 നിന്ന് 3000 പോയാൽ എത്രയാണ്? 1200. ഇനി ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ 2 വരയ്ക്ക് താഴെ. ബാക്കി സെയിൽസും സ്റ്റേഷനറിയൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, സാലറി, കമ്മീഷൻ എല്ലാം ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിലാണ് ഡ്രോയിങ്. എല്ലാ അക്കൗണ്ടും വരയ്ക്കണം. ഒരു അക്കൗണ്ട് പോലും വിട്ടുപോകാൻ പാടില്ല. ഇനി നമ്മൾ ഈ നമ്മുടെ ജേണൽ എൻട്രി കറക്റ്റ് ആണോ?
നമ്മുടെ ഒറിജിനൽ എൻട്രി കറക്റ്റ് ആണോ, നമ്മുടെ പ്രൈം എൻട്രി കറക്റ്റ് ആണോ, ഇതാണല്ലോ ജേണൽ എന്ന് പറയുന്നത്. പ്രൈം എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ ബുക്ക്, ഇതിനെയാണല്ലോ ജേണൽ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, നമ്മുടെ സെക്കൻഡറി ബുക്ക് ഓർ മെയിൻ ബുക്ക് ഓർ പ്രിൻസിപ്പൽ ബുക്ക്, അതെന്താണ്, ലെഡ്ജറാണ്. ഈ ലെഡ്ജറൊക്കെ കറക്റ്റ് ആണോ, നമ്മുടെ പോസ്റ്റിംഗ് ഒക്കെ കറക്റ്റ് ആണോ, നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റ് ആണോ. അതിനോട് ടു ascertain the arithmetical accuracy ഓർ എന്താണ് അരിത്തമെറ്റിക്കൽ അഡ്ഹറൻസ് ഓഫ് ബിസിനസ് കൺസേൺ, നമ്മുടെ ബിസിനസ്സിൻ്റെ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു ascertain the books of accounts more correct, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്നറിയുന്നതിന്, ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് വിത്ത് ദ ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിവിധ അക്കൗണ്ടുകൾ ചേരുന്ന ബുക്കിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസുകളുടെ സഹായത്തോടു കൂടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ടു ടെസ്റ്റ് their arithmetical accuracy, arithmetical accuracy ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് വരയ്ക്കുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. If the total of debit balance is equal to the total of credit balance, it is presumed that there is no mistake in posting and balancing. അതായത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ ട്രയൽ ബാലൻസ് എന്താവത്തില്ല, എഗ്രി ആകത്തില്ല. അതായത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയെങ്കിൽ മാത്രമേ നമ്മുടെ ജേണൽ എൻട്രി, നമ്മുടെ പോസ്റ്റിങ്, നമ്മുടെ ബാലൻസിങ് ഇതെല്ലാം കറക്റ്റാണ് നമുക്ക് എന്ന് അസ്യൂം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ട്രയൽ ബാലൻസ് എഗ്രി ആയിക്കഴിഞ്ഞാൽ we can understand that there is no mistake in posting and balancing. Trial balance is a statement prepared to ascertain or in order to check the arithmetical accuracy or arithmetical adherence of business concern. If the debit side and the credit side is equal, we can assume that there is no mistake in balancing and posting. Okay, in trial balance എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ട്രയൽ ബാലൻസിന് LFന് കോളം വേണമെന്നില്ല, ലെഡ്ജർ ഫോളിയോയ്ക്ക് ഇങ്ങോട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലെഡ്ജർ ഫോളിയോയ്ക്ക് കോളം വേണമെന്ന് നിയമം ഇല്ല, എന്ത് മതി, പർട്ടിക്കുലേഴ്സേ ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സേ പിന്നെന്താണ് ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട്. ട്രയൽ ബാലൻസിന് LBRF ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട്. ഇനി ശ്രദ്ധിക്കണേ, ഡെബിറ്റ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ശ്രദ്ധിക്കുക, ഡെബിറ്റ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് എന്താണ്, LBRF എന്താണ്, ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട്. ഇനി ഡെബിറ്റ് ബാലൻസ് വരുന്നത് ഒന്നുകിൽ അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസിനായിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് വരുന്നത് ലയബിലിറ്റി ബാർ ഇൻകം ആയിരിക്കും. ഞാൻ എഴുതിയേക്കുന്നതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് കാണും, അപ്പോൾ നല്ലതായിട്ട് എഴുതി തയ്യാറാക്കുക. മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക, ട്രയൽ ബാലൻസിൻ്റെ പർട്ടിക്കുലേഴ്സ് LBRF ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട്. ഡെബിറ്റ് സൈഡ് എന്തൊക്കെയാണ് വരുന്നത്, അസറ്റ് ബാർ എക്സ്പെൻസ്. ഡെബിറ്റ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസാണ്, ഡെബിറ്റ് ബാലൻസ്. ക്രെഡിറ്റ് എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ, ക്രെഡിറ്റ് ബാലൻസ്. സാധാരണ അസറ്റിനും എക്സ്പെൻസിനുമാണ് എന്തോ വരുന്നത്, ഡെബിറ്റ് ബാലൻസ് വരുന്നത്. ലയബിലിറ്റിക്കും ഇൻകത്തിനുമാണ്, ശ്രദ്ധിക്കണേ, ലയബിലിറ്റിക്കും ഇൻകത്തിനുമാണ് എന്തോ വരുന്നത്, ക്രെഡിറ്റ് ബാലൻസ് വരുന്നത്. ഇനി ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്ത കണക്ക് തന്നെയാണ് എടുക്കുന്നത്. ശ്രദ്ധിച്ചോ, എളുപ്പം ഞാൻ പറയുന്ന രീതി ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പറയുന്നു, ക്യാപിറ്റൽ എഴുതുക, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാപിറ്റൽ എഴുതുക. ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കുക. ഏത് സൈഡായിരുന്നു കൂടുതൽ, ക്രെഡിറ്റ് സൈഡായിരുന്നു കൂടുതൽ. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. അപ്പോൾ ക്യാപിറ്റലിന് ഏത് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസാ. എമൗണ്ട് എഴുതുന്നത് ബാലൻസ് വേണം. ഇവിടെ എമൗണ്ട് ബാലൻസും ടോട്ടലും എല്ലാം ഒന്നാണ്, 10,000. മനസ്സിലായല്ലോ? അടുത്ത ക്യാഷ് എഴുതി. ക്യാഷിൻ്റെ ടോട്ടൽ എവിടെ കൂടുതൽ നോക്കണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയാണേ,
ക്യാഷിൻ്റെ ടോട്ടൽ എവിടെ കൂടുതൽ നോക്കണം. എവിടെയായിരുന്നു എൻ്റെ ടോട്ടൽ കൂടുതൽ? ഡെബിറ്റ് സൈഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസാ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം എമൗണ്ട്. എത്ര എമൗണ്ട്? ടോട്ടൽ എഴുതി കളയരുത്, ബാലൻസ് വേണം എഴുതാൻ. എത്ര? 10,000. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറേ നേരത്തെ ചെയ്ത കണക്കിൽ ടോട്ടലാണെന്നല്ലോ എഴുതി. അവിടെ ടോട്ടലും ബാലൻസും സെയിം ആയിരുന്നു. അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ടോട്ടലും ബാലൻസും എന്തുമായിരുന്നു? സെയിം ആയിരുന്നു. എന്നാൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ ടോട്ടലും ബാലൻസും വ്യത്യാസമാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എവിടെ കൂടുതൽ നോക്കുക. എവിടെ ടോട്ടൽ കൂടുതൽ? ഡെബിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ ഡെബിറ്റ് ബാലൻസ്. എഴുതുന്നത് ബാലൻസ് വേണം. ഓക്കെ. അടുത്ത ഫർണിച്ചറിന് ഏത് സൈഡായിരുന്നു എൻ്റെ ടോട്ടൽ കൂടുതൽ? ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ്, എഴുതുന്നത് ബാലൻസ് 2000. അടുത്ത പർച്ചേസിന് ഏത് സൈഡായിരുന്നു ടോട്ടൽ കൂടുതൽ? ഡെബിറ്റ് സൈഡായിരുന്നു ടോട്ടൽ കൂടുതൽ, എഴുതുന്നത് ബാലൻസ് 9800. അടുത്തായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്തത് ജോസിന് എവിടെയായിരുന്നു ടോട്ടൽ കൂടുതൽ? തെറ്റിപ്പോലെ ഡെബിറ്റ് സൈഡ് എന്നും പറഞ്ഞ് എഴുതേണ്ടത് ബാലൻസ് 1500. ജോണിന് എവിടെയായിരുന്നു ടോട്ടൽ കൂടുതൽ? ക്രെഡിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ്, എഴുതുന്നത് ബാലൻസ് 1200. സെയിൽസിന് എവിടെയായിരുന്നു ടോട്ടൽ കൂടുതൽ? ക്രെഡിറ്റിലായിരുന്നു, എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിൽ. സ്റ്റേഷനറി എവിടെയായിരുന്നു ടോട്ടൽ കൂടുതൽ? ഡെബിറ്റ് സൈഡിൽ, എഴുതുന്നത് ബാലൻസ്. അഡ്വർടൈസ്മെൻറ്റ് എവിടെയായിരുന്നു ടോട്ടൽ കൂടുതൽ? ഡെബിറ്റ് സൈഡ്. നിങ്ങൾ അക്കൗണ്ട് എടുത്ത് നോക്കണം. റെൻറ്റ് ഏത് സൈഡായിരുന്നു ടോട്ടൽ കൂടുതൽ? ഡെബിറ്റ് സൈഡ്, എഴുതുന്നത് ബാലൻസ്. സാലറി ഏത് സൈഡായിരുന്നു കൂടുതൽ? ഡെബിറ്റ് സൈഡായിരുന്നു. കമ്മീഷൻ ഏത് സൈഡായിരുന്നു കൂടുതൽ? ശ്രദ്ധിക്കണേ, കമ്മീഷൻ തെറ്റല്ലേ? ക്രെഡിറ്റ് സൈഡിലായിരുന്നു കൂടുതൽ. അപ്പം എമൗണ്ട് എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഡ്രോയിങ് ഏത് സൈഡിലായിരുന്നു? ഡെബിറ്റ് സൈഡിലായിരുന്നു. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 24,800 കിട്ടുന്നുണ്ട്, ടാലി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതിനകത്തൊന്നും മിസ്റ്റേക്ക് ഇല്ല. ഇനി നമ്മൾ ഈ പറഞ്ഞ ശരിയാണെന്ന് നോക്കാം. ഈ ഡെബിറ്റ് കിടക്കുന്ന ഒന്നുകിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. ഉദാഹരണം നോക്കാം. ക്യാഷ് അസറ്റ് ഇല്ലയോ? ഏത് സൈഡിലാണ് വന്നേ? ഡെബിറ്റ് സൈഡിലല്ലയോ വന്നേ? ഫർണിച്ചർ അസറ്റ് ഇല്ലയോ? ഏത് സൈഡിലാണ് വന്നേ? ഡെബിറ്റ് ബാലൻസ് അല്ലയോ വന്നേ? പർച്ചേസ് എക്സ്പെൻസ് അല്ലയോ? ശ്രദ്ധിച്ചോണേ, പർച്ചേസ് എക്സ്പെൻസ് അല്ലയോ? ഏത് സൈഡാണ് വന്നേ? ഡെബിറ്റ് ബാലൻസ് അല്ലയോ വന്നേ? ജോസ് ഏതാ? ഡെബിറ്റ് ബാലൻസ് അല്ലയോ വന്നേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ജോസിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്തോന്ന് എഴുതാം? ഡെപ്റ്റേഴ്സ് എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ജോസ് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആളാണ്, ബിസിനസ്സിന് പൈസ തരാനുള്ള ആളാണ്. അടുത്ത ജോണിൻ്റെ കേസ് നോക്കിയേ. ജോണിൻ്റെ കേസിൽ ക്രെഡിറ്റ് ബാലൻസാണ് വന്നേ. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്രെഡിറ്റേഴ്സാണ്, ലയബിലിറ്റിയാണ്. ജോസ് എന്ന് പറയുന്നത് എന്തുവാണ്? ഡെബിറ്റ് ബാലൻസ് വന്നുകൊണ്ട് ഡെപ്റ്റേഴ്സ്. അതായത് അസറ്റാണ്. ജോണിൻ്റെ കേസിലോ ക്രെഡിറ്റ് ബാലൻസ് വന്നുകൊണ്ട് ക്രെഡിറ്റേഴ്സാണ്. ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കുക, ലയബിലിറ്റിയാണ്. അടുത്ത സെയിൽസ് എന്ന് പറഞ്ഞാൽ റവന്യൂ അല്ലെങ്കിൽ ഇൻകം അല്ലൂടെ? ഇൻകം ഈ സൈഡിലാണ് വന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് വന്നത്. സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, സാലറി ഇതൊക്കെ എക്സ്പെൻസ് ആണ്. ഈ സൈഡിൽ വന്നു ഡെബിറ്റ് ബാലൻസ് വന്നു. ഡെബിറ്റ് സൈഡാണ് ടോട്ടൽ കൂടുതലെങ്കിൽ അതിനെയാണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെ ഡെബിറ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കമ്മീഷൻ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരാൻ കാര്യം കമ്മീഷൻ റിസീവ്ഡ് ആണ്, അപ്പോൾ ഇൻകം ആണ്. എന്നാൽ കമ്മീഷൻ പെയ്ഡ് ആയിരുന്നെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വന്നേനെ. കമ്മീഷൻ റിസീവ്ഡ്, ഇൻകം ആണ്. ഡ്രോയിങ്ങിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ, ചിലർക്ക് ഡൗട്ട് വരും. ഡ്രോയിങ് എന്തുവാ ഡെബിറ്റ് സൈഡിൽ വന്നേന്ന്? ഡ്രോയിങ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്ന ഐറ്റമാണ്. എന്ത് ചെയ്യുന്നതാണ്? കുറയ്ക്കുന്ന ഐറ്റമാണ്. ക്യാപിറ്റലിന് എന്ത് ചെയ്ത് വെച്ചേക്കുക? ക്രെഡിറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലോ, അത് കുറയ്ക്കണേ ഡെബിറ്റ് ചെയ്യണം. കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ഉള്ളൊരു ഐറ്റം, അത് ഞാൻ പിന്നീട് വിശദമായി പറഞ്ഞുതരാം. ക്രെഡിറ്റ് ഉള്ളൊരു ഐറ്റം കുറയണമെങ്കിൽ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. ഡെബിറ്റ് ചെയ്യണം. അതായത് കൂടണമെങ്കിൽ സെയിം ഡയറക്ഷൻ, കുറയണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നർത്ഥം. അപ്പോൾ ഡ്രോയിങ്സ് ക്യാപിറ്റൽ കുറയുന്ന ഐറ്റം ആയതുകൊണ്ട്, അതായത് ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന ഐറ്റമാണ് ഡ്രോയിങ്സ്. ബിസിനസ്മാൻ വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിക്കുന്നില്ലേ ഡ്രോയിങ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് കുറയും? മൂലധനം കുറയും. അതുകൊണ്ടാണ് ക്രെഡിറ്റ് കിടക്കുന്ന ഐറ്റം കുറയണേ ഡെബിറ്റ് ചെയ്യണം. അപ്പം ഡെബിറ്റ് സൈഡ് വരും 300. ഇനി ക്രെഡിറ്റ് കിടക്കുന്ന ഐറ്റം നോക്കാം. ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്നല്ലേ ചിന്തിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി അല്ലയോ? ബിസിനസ്സിനെ സംബന്ധിച്ചോളം ലയബിലിറ്റിയാണ് ക്യാപിറ്റൽ, മൂലധനം ലയബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റിൽ വന്നത്. അടുത്ത ജോണിൻ്റെ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. ഇതോടൊപ്പം തന്നെ ഒരു 1-2 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ അയക്കാം. ആദ്യത്തെ കണക്ക് ജേണൽ എൻട്രി ആൻഡ് ദ ലെഡ്ജർ ആൻഡ് ദ ബാലൻസിങ്, പോസ്റ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ഇതൊക്കെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഡൗട്ടുണ്ട് എങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. ഞാൻ എൻ്റെ നമ്പർ ആദ്യത്തെ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്.
നിങ്ങളെല്ലാം മനസ്സിലാവുന്നതെന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, താങ്ക് യു. ബാലൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.